സിനിമ ഇറങ്ങിയതിന് ശേഷം ഇഷ്ടം പോലെ നെഗറ്റീവ് വന്നിട്ടും പ്രദർശനത്തിന് ഒരു കുഴപ്പമില്ലാതെ മുന്നേറുകയാണ് പുഷ്പ 2. റിലീസ് ചെയ്ത് മൂന്നാമത്തെ ആഴ്ചയിലും നല്ല രീതിയിൽ തന്നെ പ്രദർശനം തുടരുകയാണ്. പുഷ്പ ഫയർ അല്ല വൈൽഡ് ഫയർ ആണ് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ കാട്ടുതീ പോലെയാണ് സിനിമ പടർന്നിരിക്കുന്നത്. ഡിസംബർ 5-ന് റിലീസ് ചെയ്ത ചിത്രം അതിനെ മൂന്നാം ശനിയാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷനിൽ വൻ കുതിപ്പാണ് ഉണ്ടാക്കിയത്. തിയേറ്ററുകളിലെത്തിയ ശേഷമുള്ള മൂന്നാമത്തെ ശനിയാഴ്ചയായ കഴിഞ്ഞ ദിവസം മാത്രം ഇന്ത്യയിൽ നിന്ന് പുഷ്പ 2 നേടിയത് 25 കോടി രൂപയാണ്. ഇതോടെ റിലീസ് ചെയ്ത് 17 ദിവസം കൊണ്ട് ചിത്രത്തിൻ്റെ ഇന്ത്യയിലെ കളക്ഷൻ ഏകദേശം 1030 കോടിയോളം രൂപയായി. കളക്ഷനിൽ 80% വർധനവാണ് ചിത്രം ഉണ്ടാക്കിയതെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കർമാർ പറയുന്നത്. ഹിന്ദി മൊഴിമാറ്റ പതിപ്പാണ് ഇന്ത്യയിൽ ശനിയാഴ്ച ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 20 കോടിയാണ് നോർത്ത് ഇന്ത്യയിൽ ചിത്രം നേടിയത്. തെലുങ്ക് പതിപ്പ് 4.35 കോടിയും നേടി. അതുപോലെ ഹിന്ദി സിനിമ കളക്ഷൻ റെക്കോർഡുകളൊക്കെ വെട്ടിച്ചുകൊണ്ട് പുഷ്പ 2 ഇപ്പോൾ വളരെ മുന്നിലെത്തിയിരിക്കുകയാണ്. 2000 കോടി കളക്ഷൻ എന്ന റെക്കോർഡാണ് പുഷ്പയ്ക്ക് മുന്നിലുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്ന ഇന്ത്യൻ ചിത്രമായും പുഷ്പ 2 മാറും. ലോകമെമ്പാടുമുള്ള 12,500-ലധികം സ്ക്രീനുകളിലാണ് പുഷ്പ 2 ഇറങ്ങിയത്. പ്രീസെയിലിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു. തെലുങ്ക്, തമിഴ്, ഹിന്ദി, മലയാളം, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിയിരിക്കുന്നത്. വൻ വിജയമായി മാറിയ പുഷ്പ ദി റൈസിൻ്റെ രണ്ടാം ഭാഗമാണ് പുഷ്പ ദി റൂൾ എന്ന പുഷ്പ 2. 3 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുന്ന അല്ലു അർജുൻ്റെ ചിത്രം കൂടിയാണിത്. ആദ്യ ഭാഗത്തിലെ പ്രകടനത്തിലൂടെ കഴിഞ്ഞ തവണത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അല്ലു അർജുൻ നേടിയിരുന്നു. അല്ലു അർജുനെ സംബന്ധിച്ച് ഒരുപാട് ഫാൻസ് ഉള്ള നടനാണ്. നമ്മുടെ കേരളത്തിലടക്കം ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിനുണ്ട്. എന്നാൽ സിനിമയ്ക്ക് ഇവിടെ അത്ര നല്ല റെസ്പോൺസ് ലഭിച്ചില്ല. പുഷ്പ 2 എന്ന സിനിമയ്ക്ക് അത്ര നല്ല റെസ്പോൺസ് അല്ല കേരളത്തിൽ ലഭിച്ചത്. അതിൽ പ്രധാന കാരണം മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫഹദ് ഫാസിലിന് പ്രാധാന്യമില്ലാത്ത പോലൊരു വില്ലൻ വേഷം നൽകിയതാണ്. ഒന്നുമില്ലാത്ത ഒരുത്തൻ കഷ്ടപ്പെട്ട് ഉയർച്ചയുടെ കൊടുമുടിയിൽ എത്തുന്നതായിരുന്നു പുഷ്പ 1-ന്റെ കഥ. അതുകൊണ്ട് തന്നെ ആളുകളിൽ പെട്ടെന്ന് കണക്റ്റായി. അതുപോലെ പാട്ടുകളും വേറെ ലെവലായിരുന്നു പുഷ്പ 1-ന്റെ. എന്നാൽ ആ ഒരു കണക്ഷൻ പുഷ്പ 2-ൽ വന്നപ്പോൾ കിട്ടിയില്ല. അതും ഒരു കാരണമാണ് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്തായാലും പടം തീർച്ചയായും 2000 കോടിയിൽ എത്തും. ഇപ്പോൾ സിനിമ ഏകദേശം ആഗോളതലത്തിൽ 1700 കോടിയോളം കളക്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് പുഷ്പ 2 ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്